ബ്രൂവറി വിവാദത്തിൽ മദ്യക്കമ്പനിക്ക് ആവശ്യമായ വെള്ളം നൽകുന്നതുകൊണ്ട് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റി. കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD-യിൽ നിന്ന് വെള്ളം നൽകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്ത് പുറത്ത്. ഒയാസിസ് കമ്പനി മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വാദം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ പറഞ്ഞിരുന്നു. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, പൂർണ്ണമായി തെറ്റിദ്ധാരണയിലൂടെയാണ് ഈ കമ്പനി മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കത്ത് കൂടി. ഏതായാലും ആവശ്യമായ വെള്ളം നൽകുന്നത് കൊണ്ട് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ല എന്ന് വാട്ടർ അതോറിറ്റി പറയുമ്പോൾ പൂർണ്ണമായും ഒത്താശ ലഭിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വീണ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. എലപ്പുള്ളിയിൽ സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ശക്തമാകുന്നതിനിടെയാണ് മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകിയാൽ അത് ഈ കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന വാദവുമായി വാട്ടർ അതോറിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭ മലമ്പുഴ, പുതുശ്ശേരി, അകത്തേത്തറ, പുതുപ്പരിയാരം, മരുത റോഡ്, പിരായിരി എന്നിവിടങ്ങളിൽ വാട്ടർ അതോറിറ്റി കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. പ്രതിദിനം 76.50 മില്യൺ ലിറ്റർ വെള്ളമാണ് ഇതിനായി ആവശ്യമുള്ളത്. പാലക്കാട് IIT അതുപോലെ തന്നെ പുതുശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ പദ്ധതി പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ അവിടേക്കായിട്ട് 8 MLD വെള്ളവും ഈ വാട്ടർ അതോറിറ്റിക്ക് വേണം. അങ്ങനെ ആകെ 84.50 മില്യൺ ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ഈ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടത്. എന്നാൽ 96 മില്യൺ ലിറ്റർ വെള്ളം മലമ്പുഴ ഡാമിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD-യിൽ നിന്നും മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകാമെന്നും ഇതുമൂലം കുടിവെള്ള പദ്ധതികളെന്നും ഇത് യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. പാലക്കാട് BJP-യുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ KM ഹരിദാസിന് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇത്തരം കാര്യങ്ങൾ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, വരൾച്ച സമയത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മലമ്പുഴ ഡാമിൽ കുടിവെള്ളത്തിനായുള്ള വെള്ളം നിലനിർത്തിയാണ് കൃഷിക്ക് ഉൾപ്പെടെ മറ്റ് ആവശ്യങ്ങൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ള പദ്ധതികളെ വേനൽ സമയത്ത് അത് പ്രതികൂലമായി ബാധിക്കില്ല എന്നും ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിൽ പറയുന്നുണ്ട്. ഇതുകൂടാതെ കേരള വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്നും 0.50 MLD വെള്ളം മദ്യനിർമ്മാണത്തിന് നൽകാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തതായും വിവരാവകാശ മറുപടിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റിയും അതിനൊരു ഒത്താശ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, മലമ്പുഴ ഡാമിൽ ഈ വേനലൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും ഡാമിൽ വെള്ളമില്ലാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ഇരിക്കെ എങ്ങനെയാണ് ഈ വെള്ളം നൽകാം, കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ല എന്നൊക്കെ ഏതായാലും ജല അതോറിറ്റിയുടെ ഒത്താശ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കത്തുകൂടി പുറത്തു വരുമ്പോൾ.